അപ്പോൾ എല്ലാവർക്കും റേസിംഗിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു RC കാർ തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CXD എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ D62 എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ്. 1/16 സ്കെയിൽ വരുന്ന വോക്സ്വാഗൻ ബീറ്റിലിൻ്റെ ബോഡിയാണ്. പക്ഷേ ഇത് ഒഫീഷ്യലി ലൈസൻസ് അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ അതൊന്നും പറയാത്തത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ സാധനം കറക്റ്റ് ആ ലുക്ക് തന്നെയാണ്, അതേ സ്കെയിൽഡ് സൈസ് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് CXD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WPLൻ്റെ തന്നെ ഓണറിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. അതിന് ഈ മിനി സീരീസ് കുറച്ച് വണ്ടികളുണ്ട്, ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു വണ്ടികളാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം, അത് കഴിഞ്ഞ് സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ ഓടിക്കുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. നല്ല സ്കെയിൽഡ് ലുക്കാണ്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ക്ലാസിക് കാറിൻ്റെ ലുക്കിൽ വരുന്നൊരു RC കാറാണ്. അപ്പോൾ നമുക്ക് കളക്ടേഴ്സിനാണെങ്കിൽ അവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓബ്വിയസ്ലി ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള വണ്ടിയാണ്. നമുക്ക് ഓർഡർ വന്നെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇറക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല, എന്നാലും നമുക്കൊരു എസ്റ്റിമേറ്റ് പറയാം. ഒരു 7,500 വരും, 7 to 7,500 വരും. അതാണ് മാക്സിമം വരാനുള്ള ചാൻസ് ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ USD ഇതിൻ്റെ റേറ്റ് മാറും, അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് റേറ്റ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു കറക്റ്റ് സിനാരിയോ അനുസരിച്ച് 7,500 വരുന്നത്. ചിലപ്പോൾ ഇനി കുറയാം, ചിലപ്പോൾ അതിൽ കൂടാം. എന്തൊക്കെ വന്നാലും ഒരു 7,500 ഇതിന് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ മെയിൻ പ്രൈസ് പോയിന്റ് എന്തിനാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡിക്കും ആ ഒരു ലുക്കിനും വേണ്ടിയിട്ട് തന്നെയാണ്. ആ ഒരു റെട്രോ സ്റ്റൈൽ വണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അതുപോലെ തന്നെ ഇത് 2-wheel ഡ്രൈവാണ്, പ്രൊപ്പോർഷണൽ സ്റ്റിയറിങ്ങും ത്രോട്ടിലൊക്കെ വരുന്ന വണ്ടിയാണ്. ഹോബി ഗ്രേഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോബി ഗ്രേഡ് അല്ല എന്നേ പറയുള്ളൂ. ഒരു ബിഗിനർ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. സ്പെയർ പാർട്സ് അവൈലബിലിറ്റിയൊക്കെ കുറവായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. വേറെ പാർട്സൊക്കെ വെച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റും, റെട്രോ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീൽ കളിപ്പിക്കാണ്ട് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, വന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് വരുന്നത്. ബോക്സിൻ്റെ ഒരു സൈഡിൽ ബ്ലാക്ക് മോഡലാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ചിലപ്പോൾ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഒരു വൈറ്റ് മോഡലും കൂടെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ വൈറ്റ് അവൈലബിൾ അല്ല, ബ്ലാക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ക്ലാസിക്കൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടോ, 1938 മോഡൽ ബീറ്റിൽ തന്നെയാണ്. കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും വേണമെങ്കിൽ തുറക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് ഡയറക്റ്റ് ഇറക്കിയത്. കാര്യം പുറത്ത് സൈറ്റുകളൊന്നും ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല, അവർ ഒഫീഷ്യൽ സ്റ്റോറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പതുക്കെ വലിച്ചെടുക്കാം. ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്താണ് ഈ സാധനം വരുന്നത്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട് വണ്ടിയിലുള്ള എല്ലാ സാധനങ്ങളും. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നൈസ് വണ്ടി കാണാൻ തന്നെ ഉണ്ട്. ഇതിൻ്റെ പാർട്സ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ ഇനി ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നത് ചൈനീസാണ് വരുന്നത്, ഇംഗ്ലീഷ് ഇല്ല. കണ്ടോ, ഫുള്ള് ചൈനീസാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 1/16 സ്കെയിലാണ്. നമുക്ക് അതുപോലെ തന്നെ കുറച്ച് പാർട്സ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനുണ്ട്. ഫിറ്റ് ചെയ്തും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നത് 3.7 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 500 mAh ബാറ്ററിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലാണ് നമ്മൾ വണ്ടി വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയായിട്ട് റിമോട്ട് ഉണ്ട്. റിമോട്ട് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഇവിടെയാണുള്ളത്. മറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. നൈസായിട്ട് ഇതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോം ഫിനിഷ് വരുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ടയറിൽ വെക്കാനുള്ള ക്രോമിൻ്റെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ സംഭവങ്ങളും നമ്പർ പ്ലേറ്റ്, അതുപോലെ തന്നെ ചാർജിങ് കേബിൾ, സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഇതിനകത്താണ് വരുന്നത്. ഓക്കെ, നമുക്കിതിപ്പോൾ തൽക്കാലം മാറ്റി വെക്കാം. വണ്ടീനെ പുറത്തേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ 2 സ്ക്രൂ അഴിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇട്ടൊരു ഇതുമുണ്ട്, സിപ്പ് ടൈ ഉണ്ട്. അത് അഴിച്ച് കഴിഞ്ഞാലേ നമുക്ക് വണ്ടി പുറത്തേക്ക് വരുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ചധികം പണിയെടുത്ത് ഒരു 10-25 മിനിറ്റോളം എടുത്ത് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. കാര്യം സൂക്ഷ്യം കണ്ട് ഫിറ്റ് ചെയ്യണം. ചില പാർട്സ് ഒന്നും കറക്റ്റായിട്ട് കയറുന്നില്ല. പക്ഷേ അപ്പോൾ നമ്മൾ കൂടുതൽ ബലം കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ വല്ല ഒടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഒന്ന് നോക്കിയപ്പോൾ തന്നെ ആദ്യമേ തന്നെ നോട്ടീസ് ചെയ്തെന്ന് വെച്ചാൽ ചെറിയൊരു കളറേഷൻ്റെ ഒരു ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. ക്രോം ഇവിടെ എൻഡ് ചെയ്യുന്നിടത്ത് ചെറിയൊരു ഇതുണ്ട്. നമ്മൾ വണ്ടി വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ്. അതൊഴിച്ച് ബാക്കി ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾ വണ്ടി കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളി വണ്ടി. അത് സ്കെയിൽഡ് ലുക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്കെയിൽഡ് ലുക്ക് തന്നെയാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയുടെ. അത് കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഇതൊരു ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഇൻറ്റീരിയർ അകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്.
ബാക്കിലും സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്രോം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അടിയിൽ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഒരുപാട് എന്തെങ്കിലും ഒരച്ചിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കളർ പോവും. പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിച്ച് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. പക്ഷെ അതിനൊക്കെ നല്ല സ്കില്ല് വേണം. നമുക്ക് തൽക്കാലം ഇപ്പോൾ ആ സ്കില്ലില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു 2 വീൽ ഡ്രൈവ് ആണ്. ബാക്കിൽ നിങ്ങൾക്ക് കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. ഇവിടെ സസ്പെൻഷൻ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ഇങ്ങനൊരു സസ്പെൻഷനാണ്. ഓക്കെ, ഇവിടെയായിട്ട് നമ്മുടെ മോട്ടർ കാര്യങ്ങൾ വരുന്നത്. ഫ്രണ്ടിലെ സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, അതുള്ള സംഭവം. പിന്നെ പവർ ബട്ടൺ വരുന്നതും താഴെ തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഫുള്ള് ഇരുന്ന് അസംബിൾ ചെയ്യാനായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും നമ്മൾ കൈ വെക്കുന്നിടത്തൊക്കെ ഫുള്ള് ഹാർഡ് വരുന്നുണ്ട്. പൊക്കത്തൊരു ഹാർഡ് ടോപ്പ് വരുന്നുണ്ട്. ബാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ബീറ്റിൽ പഴയ മോഡൽ ബീറ്റിൽ തന്നെയാണ് സാധനം. അപ്പോൾ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് നമുക്ക് ഫ്രണ്ടിലാണ് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയുടെ അകത്ത് ഇപ്പോൾ ബാറ്ററി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റിമോട്ടിലും ബാറ്ററി ഇട്ടിട്ടുണ്ട്. റിമോട്ട് ഇടേണ്ടത് 2 AA ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലൊന്ന് ആദ്യമേ തന്നെ നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം. ഇവിടെയാണ് പവർ ബട്ടൺ വരുന്നത്. അതുപോലെ ഇതാണ് സ്റ്റിയറിംഗ് ട്രിം വരുന്നത്. ഇത് ത്രോട്ടിലിൻ്റെ റേറ്റ് ഉണ്ട്. നമുക്ക് 2 സ്പീഡ് ഉണ്ട്, അതിൻ്റെ ബട്ടണാണ്. അപ്പോൾ നമ്മളിപ്പോൾ റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വണ്ടി ഓൺ ചെയ്യാം. വണ്ടി ഓണായി, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ 2 ഹെഡ്ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ആണോ ബാക്കിൽ ബ്രേക്ക് ലൈറ്റും ഉണ്ട്. അപ്പോൾ അതാണ് വണ്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ പ്രൊപ്പോഷണലാണ്. സ്റ്റിയറിങ്ങും അത്യാവശ്യം ഫാസ്റ്റാണ്, കുഴപ്പമില്ലാത്ത ഫാസ്റ്റാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ. ഇതിപ്പോൾ ലോ സ്പീഡിലാണുള്ളത്. അതുപോലെ തന്നെ ത്രോട്ടിലും പ്രൊപ്പോഷനാണ് കേട്ടോ. ഞാനിനി ഈ ഒരു സ്പീഡിൻ്റെ ബട്ടൺ ഒന്ന് നിൽക്കാം. അല്ല, ഇപ്പോൾ സ്പീഡ് കൂടി. ഒന്നുകൂടെ കാണിച്ചു തരാം. ലോ സ്പീഡിലേക്ക് ആക്കി തരാം. ഓക്കെ, ഇതിപ്പോൾ ലോ സ്പീഡാണ്. സൗണ്ട് കേട്ടാൽ തന്നെ അറിയാൻ വേണ്ടി പറ്റും. ലോ സ്പീഡ്, ഇതിപ്പോൾ ഹൈ സ്പീഡ് ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിയൽ വീൽ ഡ്രൈവ് ആണ്. അതുപോലെ തന്നെ ഞാൻ പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ വേണമെങ്കിൽ വണ്ടി എടുക്കാൻ വേണ്ടി പറ്റും. സ്ലോ സ്പീഡ് നമുക്ക് നോക്കാം കേട്ടോ. അതാണ് സ്ലോ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഒരു നല്ലൊരു റണ്ണിങ് വീഡിയോയും കൂടെ കാണിച്ചു തരാം. ചെറിയൊരു റണ്ണിങ് വീഡിയോയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഓബിയസ്ലി സെയിലിന് വേണ്ടിയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് നമ്മളിട്ട് പുറത്തിട്ട് ബാഷ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പീഡിലൊന്നും പോകാൻ വേണ്ടി ശ്രദ്ധിക്കുന്നില്ല. നമ്മളിപ്പോൾ വണ്ടീനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോ സ്പീഡ് എന്ന് പറയുന്നത്. ഇതാണ് അത്യാവശ്യം ഫാസ്റ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരു ലെവലും കൂടെ കൂട്ടി നോക്കാം. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഹൈ സ്പീഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഫാസ്റ്റാണ്. ഹൈ സ്പീഡിലൊരു ഇത്തിരി അൺകൺട്രോളബിളായിട്ട് പോകുന്നുണ്ട് വണ്ടി തിരിക്കുമ്പോഴൊക്കെ. സാധനം അത്യാവശ്യം കൊള്ളാറ് പോകുന്നതൊക്കെ കാണാൻ നല്ല രസമൊക്കെയാണ് വണ്ടിയുടെ. ഞാനിത് പറഞ്ഞ പോലെ തന്നെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡലും ഒരു കളക്ടേഴ്സിൻ്റെ ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇതിനായിട്ട് എന്താ പറഞ്ഞാൽ ഔട്ട്ഡോറിട്ട് ഓടിക്കുന്നില്ല. കാര്യം നമുക്ക് വണ്ടി ക്ലീൻ ചെയ്ത് നോക്കണം. കളക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മാക്സിമം ഡാമേജ് വരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1-2-3 ഓടിക്കൽ ഇപ്പോൾ ഓടിച്ചിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ അത് മതി. അപ്പോൾ അതായിരുന്നു നമ്മുടെ CXDയുടെ D62 മിനി. D62 മിനി എന്ന് പറഞ്ഞിട്ടില്ല, D62 എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ളൂ. പക്ഷേ ഇത് മിനി വെർഷൻ ആയിരിക്കാം. ചിലപ്പോൾ ഇതിൻ്റെ വലുത് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും 1/16 സ്കെയിൽ വരുന്ന നമ്മുടെ വോക്സ്വാഗൻ്റെ ബീറ്റിലാണ് പഴയ മോഡൽ. എന്താ കളക്ടേഴ്സിന് പറ്റിയൊരു സാധനമാണ്. പ്ലസ് ഒരു RC ഇതും കൂടെയാണ്. നമുക്ക് പ്രൊപ്പോസൽ സ്റ്റിയറിംഗും ത്രോട്ടിലൊക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് ഒരുവിധം ജസ്റ്റിഫൈഡ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഷിപ്പിങ്ങിൽ വരുന്ന എന്തെങ്കിലും ഡാമേജുകൾ കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിതിപ്പോൾ എടുത്തത് ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആകപ്പാടെ നമുക്ക് ശ്രദ്ധിച്ച് വയ്ക്കാനായിട്ട് ഇവിടെ ഒരു പെയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഈ ഫ്രണ്ടിൽ കണ്ടോ. അത് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് കൂടുതൽ ഓടിച്ച് അങ്ങനെ കോള് നോക്കുന്നില്ല. കാര്യം ഇത് ഈ ഒരു ലുക്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ പ്രൈസ് ഡീറ്റെയിൽസ് എന്തായാലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ DM ചെയ്യുക. കാര്യം ഈ ഒരു മോഡൽ ഇപ്പോൾ എൻ്റെ ഒരു ഒരെണ്ണമേ ഉള്ളൂ. പക്ഷേ ഇനി രണ്ടാമത് ഇറക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് വേരിയേഷൻ വരും. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കുക. സാധനം നല്ല സെറ്റപ്പാണ്. അപ്പോൾ അത്രയുള്ളപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.